ഭക്തരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP എസ് ശ്രീജിത്ത്. കഴിഞ്ഞ വർഷം ഈ സമയം 21 ലക്ഷം ഭക്തരാണ് എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 25 ലക്ഷം പിന്നിട്ടിരിക്കുന്നുവെന്ന് ADGP എസ് ശ്രീജിത്ത് പറഞ്ഞു. ഇത്രയും ആൾക്കാർ കാക്ഷിക്കുന്ന ദർശനമാണ് നിങ്ങൾ നേടാൻ വരുന്നത്. അതിന് കുറച്ച് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണം. ക്രമം വിട്ടു വന്നാൽ എന്ന് പറഞ്ഞാൽ വെർച്വൽ ക്യൂ പാസ് ഇല്ലാതെ വരുന്നതിനാണ് ഞാൻ ക്രമം വിട്ടെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ദർശനം സാധ്യമാകൂ എന്നുള്ളവർ തിരിച്ചറിയണം. പിന്നെ 5000-ലേക്ക് ക്രമീകരിച്ചെങ്കിലും അത് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും പോലീസ് അധികൃതരും കൂടെ ചേർന്ന് ആലോചിച്ച് കൂട്ടായ തീരുമാനം എടുക്കാനാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദത്തോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട DGP പറഞ്ഞനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. അത് ആ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം അതല്ല. അങ്ങനെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇവിടുത്തെ തിരക്കിനനുസൃതമായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ പൊതുജനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കാനും എല്ലാവർക്കും ദർശനം കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധി വേണം എന്നുള്ളതാണ്. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വന്നെങ്കിലും അത് പരിഹരിക്കാൻ സാധിച്ചു. വെർച്വൽ ക്യൂ പാസ് അനുവദിക്കുന്ന ദിവസം തന്നെ ഭക്തർ പലരും എത്താതിരുന്നതിനാലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. പാസ് അനുവദിച്ച് അതേ ദിവസം തന്നെ ഭക്തർ എത്തിയാൽ എല്ലാവർക്കും ദർശനത്തിന് സമയം ലഭിക്കും. ക്രമം തെറ്റിച്ച് എത്തുന്ന ഭക്തർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് കാത്തുനിൽക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇത്തവണത്തെ പ്രത്യേകത വാരാന്ത്യ ദിവസങ്ങളിൽ തിരക്ക് കുറയുന്നു എന്നതാണ്. എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തോതിൽ ഭക്തർ എത്തുകയും ചെയ്യുന്നു. ഡിസംബർ അവസാനത്തോടെ തിരക്ക് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദർശനം സുഗമമാക്കാൻ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.